മല്ലികാർജ്ജുൻ ഖർഗെയിലേക്ക് KPCCയുടെ നിർദ്ദേശമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി പേരെത്തിയിരിക്കുന്നത് അത് ആര്യാടൻ ഷൗക്കത്തിന്റേത് തന്നെയല്ലേ? എപ്പോഴായിരിക്കും തീരുമാനം? സുജിയ, ആര്യാടൻ ഷൗക്കത്തിന്റെ ഒറ്റ പേരാണ് എന്താണെങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉള്ളത്. KPCC ഇതുമായി ബന്ധപ്പെട്ട കത്ത് ഹൈക്കമാൻഡിന് കൈമാറി മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്കാണ് ഇപ്പോൾ ഈ കത്ത് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ കർണാടകത്തിലാണ് ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും ഇനിയിപ്പോൾ ഏത് നിമിഷവും ആ ഔദ്യോഗിക പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ നിന്ന് കർണാടകയിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ട് ഇക്കാര്യം KC വേണുഗോപാലിനെ അറിയിക്കുന്നതോടെ ഇവിടെ നിന്ന് KC വേണുഗോപാൽ ഒരു കുറിപ്പായി തന്നെ ആ പ്രഖ്യാപനം പുറത്തേക്ക് വിടും. അതിനു പിന്നാലെ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് എന്താണെങ്കിലും മത്സരരംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. അല്പസമയത്തിനകം തന്നെ നമ്മൾ ആ തീരുമാനം, ആ പ്രഖ്യാപനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നേരത്തെ തന്നെ, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ KC വേണുഗോപാലുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്, സംസ്ഥാനത്ത് തീരുമാനം ആയിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം തന്നെ കേന്ദ്രത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഹൈക്കമാൻഡിൽ നിന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. ഇനിയിപ്പോൾ ഏത് നിമിഷവും നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഉടനെ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെ. പ്രത്യേകിച്ച് ഹൈക്കമാൻഡിന് ഇത് വലിയ ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം സംസ്ഥാനത്തിന് സമവായം ഉണ്ടാക്കി ഒറ്റ പേര് ദേശീയ നേതൃത്വം നൽകണം എന്നായിരുന്നു നേരത്തെ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേര് തന്നെയാണ് കേരളത്തിൽ നിന്ന് KPCC ഇപ്പോൾ നൽകിയിരിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും മറ്റ് ചർച്ചകൾക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനോ ഒന്നും യാതൊരു സാധ്യതയുമില്ല. എത്രയും വേഗം അത് പ്രഖ്യാപിക്കുക എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് കോൺഗ്രസ് വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന. എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ KC വേണുഗോപാലുമായി മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിനോടകം തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിമിഷങ്ങൾക്കകം തന്നെ കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലുള്ള UDF സ്ഥാനാർത്ഥിയുടെ പേര് പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആ പേരിൽ മറ്റു മാറ്റങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും നിലമ്പൂരിലെ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് ഉറപ്പിക്കാം. സുജയ, ഓക്കെ, നോബൽ മാരിക്കാരൻ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആർ ഋഷിപാലിലേക്കും TV പ്രസാദിലേക്കും ഒപ്പം നമ്മുടെ നിലമ്പൂർ ടീമിലേക്കും എത്താം. VS രഞ്ജിത്ത് തുടരുന്നുണ്ട്. VS രഞ്ജിത്ത്, ദില്ലിയിൽ ആ പേരെത്തിക്കഴിഞ്ഞു. ദില്ലിയിൽ നിന്നുള്ള പ്രഖ്യാപനമാണ് ഇനി ബാക്കി. ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായി വരികയാണ്. അൻവർ ഇനി എന്താണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചലനം? അതിൽ എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുക? രഞ്ജിത്ത്. സുജ, സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ ഭാഗത്തുനിന്ന് അഥവാ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നീക്കമുണ്ടായാൽ പോലും അത് പൂർണ്ണമായും UDFനെ മാത്രം ബാധിക്കണമെന്നില്ല. കാരണം അൻവർ എഫക്റ്റ് എന്ന് പറയുന്നത് UDFന് കിട്ടാത്ത അല്ലെങ്കിൽ LDFന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളാണ് പ്രധാനമായിട്ടും അൻവറിൻ്റെ വോട്ടുകൾ എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം കുറച്ച് ഇവിടുത്തെ വിഷയങ്ങൾ, അതായത് നിലമ്പൂരിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പോൾ അതിൽ ക്രൈസ്തവ ന്യൂനപക്ഷം അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിന് ആ ഒരു വിഭാഗത്തിൻ്റെ ആനുകൂല്യമുണ്ട്. അതോടൊപ്പം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ MLA ആയിട്ടുണ്ട്. അവിടെ വികസന പ്രവർത്തനങ്ങളിലും ഈ നാടിൻ്റെ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നു. അങ്ങനെ അദ്ദേഹം നടത്തിയിട്ടുള്ള MLA എന്ന തോതിൽ നടത്തിയ ഒരു പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് കിട്ടാൻ സമാഹരിക്കാൻ സാധിക്കുന്ന വോട്ടുകൾ, അതോടൊപ്പം അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇവിടെ നിലമ്പൂരിലുള്ള ബന്ധങ്ങൾ, അതിലൂടെ കിട്ടാൻ സാധിക്കുന്ന വോട്ടുകൾ, ഒപ്പം അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം, പ്രതിപക്ഷത്തെക്കാൾ കരുത്തോടുകൂടി വിമർശനം ഉന്നയിച്ച നേതാവാണ്. അപ്പോൾ അദ്ദേഹം അന്ന് പറയുന്നത് കേൾക്കാനൊക്കെ വലിയൊരു ആൾക്കൂട്ടം നമുക്കറിയാം. അന്ന് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന്, CPMൽ നിന്ന് പുറത്തു വന്ന് അദ്ദേഹം നടത്തിയ വലിയ റാലികളിലും അദ്ദേഹം നടത്തിയ വലിയ സമ്മേളനങ്ങളിലുമൊക്കെ ആൾക്കൂട്ടം വലിയ തോതിൽ അദ്ദേഹത്തെ കേൾക്കാനെത്തിയിരുന്നു. അപ്പോൾ ആ ആൾക്കൂട്ടത്തിൻ്റെ വോട്ടുകളൊക്കെ അദ്ദേഹത്തിനുണ്ടാവും. പക്ഷേ ഒരു പാർട്ടി മെഷീനറി അദ്ദേഹത്തോടൊപ്പം ഇല്ല എന്നുള്ളതും, അതുപോലെ തന്നെ പ്രബലമായ കേരളത്തിലെ മുന്നണികൾ അദ്ദേഹത്തോടൊപ്പം ഇല്ല എന്നുള്ളതും ഒരു ന്യൂനത തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഒരു സ്പോയിലറായി മാറാൻ, അദ്ദേഹം UDFൻ്റെ സ്പോയിലർ ആകുമോ LDFൻ്റെ സ്പോയിലർ ആകുമോ എന്നുള്ളതാണ്. പരമ്പരാഗതമായി LDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്കിൽ ഒരു അല്പം വിള്ളലുണ്ടാക്കിയാൽ അത് LDFന് സ്പോയിലറായിട്ട് മാറാനും, അതുപോലെ തന്നെ UDFന് ഇപ്പോൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിലുണ്ട്. ഭരണവിരുദ്ധ വികാരമായിരിക്കും ആളിക്കത്താൻ പോകുന്നതൊക്കെ UDF പ്രതീക്ഷിക്കുമ്പോൾ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം അടർത്തിയെടുക്കാൻ PV അൻവറിന് സാധിച്ചാൽ അത് LDFന് ഗുണം ചെയ്യും. പരമ്പരാഗതമായി LDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ സാധിച്ചാൽ അത് UDFന് ഗുണം ചെയ്യും. അപ്പോൾ രണ്ട് വോട്ട് ബാങ്കിൽ നിന്നും അദ്ദേഹത്തിന് വിള്ളലുണ്ടാക്കി ഒരല്പം അടർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിലും ആത്യന്തികമായി അത് ബാധിക്കാൻ പോകുന്നത് UDFനെ തന്നെയായിരിക്കും. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ വിജയപ്രതീക്ഷയിലാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്നതിന്റെ ഒരു സൂചനയായി മാറുകയാണ് PV അൻവറിന്റെ നിലമ്പൂർ രംഗത്തിലെ സാന്നിധ്യം എന്നുള്ളത് ഉറപ്പാണ്.